അന്ന് മാർപ്പാപ്പനെ കണ്ട് ഇതാക്കിയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ മാതാവിൻ്റെ മേലെ കിരീടം വെക്കുന്നത്, അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നതും നമ്മൾ തിരിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ചതും ബൊക്കെ കൊടുത്തു. ആ കെട്ടിപ്പിടിച്ചതും അന്ന് നമുക്ക് അത്ര വലിയ ഇതായി തോന്നിയില്ല. അത് കെട്ടിപ്പിടിക്കുന്നു. പിന്നീടാണ് നമ്മളത് അയ്യോ അത്രയും വലിയ ഭാഗ്യമാണല്ലോ കിട്ടിയതുള്ള പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം പിന്നീട് മാർപ്പാപ്പ വിശുദ്ധനായി. ആ സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പൊ എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, ഫിലോമിന ചേച്ചി. അപ്പൊ ചേച്ചി എപ്പോഴും പറയാറുണ്ടായിരുന്നു, നീ മാർപ്പാപ്പയ്ക്ക് പൊക്ക കൊടുത്ത ആളാണ്, അപ്പോൾ അതിൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവുന്നു. ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നത് തന്നെ. ആ ഒരു അനുഗ്രഹം കാരണം വെച്ചാൽ വിശുദ്ധരെ തൊടുക. ഇപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വിശുദ്ധരുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ വിശുദ്ധരുടെ പല റെലിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷേ ഒരു വിശുദ്ധൻ ഉമ്മരാ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ടച്ചായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ. അന്നൊന്നും നമുക്കത് അത്ര ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി മെച്ചുവറാക്കി ആയപ്പോൾ നമുക്കൊരു അയ്യോ അന്നത്തെ സംഭവം നമ്മളത് സാധാരണ മാതിരി കുഞ്ഞെ കുട്ടിയുടെ ഒരു ഇതിൽ നമ്മൾ എടുത്തത്. ഇപ്പോൾ ഒക്കെ ഞാനത് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ അടുത്തും ഇപ്പോൾ പോപ്പിൻ്റെ അടുത്താണ്. എന്നുവെച്ചാൽ അന്ന് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ജോൺ പോൾ മാർപ്പാപ്പ മരിക്കുമ്പോഴും ആയാലും അല്ലെങ്കിൽ ആ വിശുദ്ധ പ്രക്രിയ നടക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രാർത്ഥന തുടർന്നുണ്ട്.